Hello and welcome to Life Beyond Maps. So, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി കാണിച്ചു തരാം. സോ, ഇന്ന് എൻ്റെ ലാസ്റ്റ് എക്സാമും കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഫ്രാൻസിൽ ഇനി ഒരു സ്റ്റുഡന്റ് ആയിരിക്കില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ലാസ്റ്റ് ഡേ അല്ലേ, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാം. ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആ വേണ്ടതെന്ന് കാണിക്കാം. ഫസ്റ്റ് ചെറി ടൊമാറ്റോ ചില്ലി, പിന്നെ അണിയൻസ്, ദെൻ ചിക്കൻ, ബോൺലെസ് ചിക്കൻ, പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വിത്ത് ചില്ലി, ഏറ്റവും ആവശ്യമുള്ള അരി, പിന്നെ അതിനായി വേണ്ടത് നമുക്ക് വേണ്ടത് ഗീ വേണം, കുറച്ച് ഗീ ഉള്ളൂ, പിന്നെ ഒരു ലെമൺ വേണം, ലെമൺ, പിന്നെ കൊറിയാൻഡർ വേണം. കൊറിയാൻഡർ ലീവ്സ് ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പറിക്കാം. ഓക്കെ, ലെറ്റ്സ് മേക്ക്. ഇപ്പൊ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഓയിൽ ഒഴിക്കാം. ഇത് നമ്മള് അണിയൻസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. നമ്മളെപ്പോഴും ബിരിയാണി അല്ലെങ്കിൽ കറീസ് ഉണ്ടാക്കുമ്പോൾ ഈ ഫ്രൈഡ് ഓണിയൻസ് ഇടുമ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യും. സോ അതിനൊരു ട്രിക്ക് ഉണ്ട്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന മീറ്റ് ഏതാണ്ട് ചിക്കൻ ആകാം, റെഡ് മീറ്റ് ആകാം, മട്ടൺ ആകാം, ഏതെടുക്കുമ്പോഴും നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്യുന്ന രീതിയും കൂടി ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഇപ്പൊ നമ്മൾ ചിക്കൻ ആണ് എടുക്കണെന്നുണ്ടെങ്കിൽ ഓണിയൻസ് ഡാർക്കർ ദി കളർ ഓഫ് ഓണിയൻസ് ദ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് മട്ടൺ ആണെന്നുണ്ടെങ്കിൽ അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് ഒരു മീഡിയം ബ്രൗൺ ആണെങ്കിൽ അതിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇപ്പോ ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓണിയൻസ് ഫ്രൈ ചെയ്തെടുക്കാം. അണിയൻസ് ഫ്രൈ ചെയ്തെടുക്കാം. ഓണിയൻസ് ഇട്ട് കറി ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സോ നമ്മൾ അണിയൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് റൈസ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. നമ്മൾ റൈസ് ഉണ്ടാക്കാനായിട്ട് നേരത്തെ എടുത്ത പാനിൽ കുറച്ച് ഓയിലുണ്ട്. സോ അതിനകത്തോട്ട് കുറച്ച് ഗീ ഇടാം. ഇനി നമ്മൾ ആ പാനിലോട്ട് അരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് സോട്ട് ചെയ്യാം. ബിക്കോസ് എന്താ പറയാ, ഈ അരിയിൽ വെള്ളമൊന്നും ഇല്ലാതെ നോക്കണം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അത് കുറച്ചും കൂടി ബിരിയാണി റൈസിന് കുറച്ചും കൂടി ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് വെറുതെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വെറുതെ സോട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ സോട്ട് ചെയ്ത അരിയിലോട്ട് കുറച്ച് ഹോൾ സ്പൈസസ് ഇടാം. നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെയാ അതൊക്കെ ഇടാം. ഓക്കെ, ഇടാം. അടുത്തത് നമ്മള് വെള്ളം ഒഴിക്കും. ഇപ്പൊ എത്ര ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് അതിന്റെ ഡബിൾ ആണ് വെള്ളം ഒഴിക്കേണ്ടത്. അപ്പൊ ഹോട്ട് വാട്ടർ നമ്മൾ ഒഴിക്കാം. ഇങ്ങനത്തെ ഒരു ലുക്കിലാകും. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് സോൾട്ട് ഇടാം. നമ്മുടെ അരി അവിടെ വേവുമ്പോൾ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം. ചിക്കൻ ഉണ്ടാക്കാൻ ഓൾറെഡി നേരത്തെ സവാള വറുത്ത ഓയിൽ ബാലൻസ് ഉണ്ട്. ആ പാനിലോട്ട് ചിക്കൻ ഇടാം. ബ്ലാങ്ക് ആണ്, മസാലാസ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കും ഇത്ര വലിയ പാൻ എന്തിനാന്ന്, വേറെ പാൻ ഇല്ല. നമ്മളിപ്പോ പാനിലോട്ട് ചിക്കൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് സോൾട്ട് ഇടാം. സോൾട്ട് ഫോർ ടേസ്റ്റ്. ഇനി നമ്മള് ഈ ചിക്കനിലോട്ട് ഇടാൻ പോകുന്നത് ഈ ഫ്രൈഡ് ഓണിയൻസ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇടുമ്പോ ഇങ്ങനെ ഇതേത് ഇടുക, അല്ലാതെ ഒരു ഹോൾ ബഞ്ചായിട്ട് ഇടാതെ എല്ലാം വേർതിരിച്ചിടുക. പക്ഷെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോ ഇപ്പൊ കൂടുതൽ ഓണിയൻസ് ഉള്ള പീസാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വീറ്റ്നെസ് ഫീൽ ചെയ്യും. സോ ബെറ്റർ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിടുക. നമ്മൾ ചിക്കനിലൊന്നും വേറെ സ്പൈസസ് ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. സോ റൈസില് ഒരു ചില്ലി, ലൈക്ക് എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ റൈസിലോട്ട് ഒരു ചില്ലി ഇടുന്നത് ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഹാൻഡ്ഫുൾ ഓഫ് അണിയൻസും കൂടി ഇടുക. ഇനി നമ്മള് ഈ ബിരിയാണിയിലോട്ട്, ബിരിയാണി കറിയിലോട്ട് ടൊമാറ്റോസ് ആഡ് ചെയ്യാം. ചെറി ടൊമാറ്റോസ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം.
നമ്മളിനി ഈ ചിക്കനിലോട്ട് കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്ത് വയ്ക്കും. അപ്പൊ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് കൊറിയാൻഡേഴ്സും കൂടെ ആഡ് ചെയ്യാം. എല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് കറി സെറ്റ് ആയി കഴിയുമ്പോൾ കൊറിയാൻഡർ ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് കൊറിയാൻഡർ ഇടാം. സോ നമുക്കിനി ഫ്രഷ് കൊറിയാൻഡേഴ്സ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. സോ ഇനി നമുക്ക് ദം ചെയ്യാം. ആദ്യം നമ്മളുടെ ചിക്കൻ പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പൊ നമ്മള് ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലോട്ട് ഫ്രൈഡ് ഓണിയൻസ് ആൻഡ് റോസ്റ്റഡ് കാഷ്യൂസ് ഇടാം. സോ നമ്മുടെ ബിരിയാണി ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം ദം ചെയ്യാൻ വെക്കാം. ഓക്കെ, ആൻഡ് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്തു നോക്കാം. അങ്ങനെ നമ്മുടെ കൊതിയോറും ബിരിയാണി റെഡി.